അങ്ങനെ ഏകദേശം 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വീട് പാല് കാച്ചാനാണ്. എൻ്റെ സഹോദരൻ്റെ വീടിൽ നിന്നാണ് പാല് കാച്ചുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 8-നും 8:45 ഇടയ്ക്കാണ് നമ്മൾ മുഹൂർത്തം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തെ കുറച്ച് റിച്വൽസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവേണം നമ്മൾ വീട്ടിൻ്റെ അകത്തോട്ട് കയറാനായിട്ട്. കലം, പണപ്പെട്ടി, പിന്നെ പച്ചക്കറികൾ, പിന്നെ കുടം, വിളക്ക്, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ കയറേണ്ടത്. രാവിലെ തന്നെ അപർണയും ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൂപ്പനാണ് കേട്ടോ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വന്നത്. ഓരോ സ്ഥലത്ത് ഓരോന്നായിട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇതുപോലത്തെ ഇതൊന്നും എടുക്കാൻ പറ്റൂല. ഞാൻ അവരുടെ ബാക്കിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അവർ 5 പേരുമാണ് വീട്ടിൻ്റെ അകത്തോട്ട് കയറിയത്. നമ്മുടെ ഈ വീട് പണിഞ്ഞ അങ്കിളാണ് കേട്ടോ ആദ്യമായിട്ട് കഥ ഇങ്ങനെ തുറന്നു തരുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കയറണം. പിന്നെ ഓരോ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് കയറി. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ കാണുന്നത്. കാരണം രാവിലെ അങ്ങനെ ഒരു പാലുകാച്ചിന് പോയിട്ടില്ല കേട്ടോ. ഈവനിങ് അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് അടുത്ത് നിന്നതെല്ലാം കാണുന്നത്. എല്ലാവരെയും പോലെ എൻ്റെ അമ്മയുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ വീട് വെക്കണമെന്നുള്ളത്. അപ്പോൾ അതെൻ്റെ സഹോദരൻ നടത്തി കൊടുത്തതിൽ ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ താരം ഫുൾ അമ്മയായിരുന്നു കേട്ടോ. അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ നമ്മളാണ് അതിനേക്കാട്ടിൽ ഹാപ്പി ആയത്. വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പാലൊക്കെ കാച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. രാവിലെ എണീറ്റുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു രാവിലെ. പിന്നെ ഞാൻ നേരെ പോയി ഡ്രസ്സ് മാറ്റി കേട്ടോ. കാരണം അത് എടുത്തുകൊണ്ട് ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും പോയി നോക്കി. സത്യം പറഞ്ഞാൽ തിരക്കിൻ്റെ ഇടയിൽ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ആൾക്കാരൊക്കെ വന്നുകൊണ്ട് അവരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നോട്ടെ. എല്ലാവരും കഴിച്ചിട്ടാണ് നമ്മൾ കയറിയിരുന്നത് കഴിക്കാനായിട്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു. നമ്മൾ വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കും രാത്രിയായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക്. കാരണം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെയാണ് കൂടുതൽ വന്നത്. ഹോം ടൂർ എന്തായാലും ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടോ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ കുറച്ച് തിരക്കായപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും റെഗുലർ ആയിട്ട് വരാത്തത്. ഉണ്ണിയുടെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെയൊക്കെ പോയി നോക്കിയിട്ട് അമ്മ ഇത് 5ാമത്തെ ഐസ്ക്രീമാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ വെച്ച് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഏകദേശം ഒരു 10 മണിയൊക്കെ ഇപ്പോൾ നമ്മുടെ ഗസ്റ്റുകളെല്ലാം പോയിട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് സോഫയിലിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ ഉടനെ തന്നെ ഹോം ടൂർ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. ഒരുപാട് നാൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒന്ന് സംസാരിക്കുമായിരുന്നു കേട്ടോ. ഇന്ന് അമ്മൂമ്മയും ചേച്ചിയും ചേട്ടനും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോക്കോനെ നമ്മൾ കൊണ്ടുവന്നു. ചോക്കോനെ നമ്മൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അവളെയും തുറന്നിട്ട് അവൾ ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് നേരെ ഗിഫ്റ്റ് പൊട്ടിക്കാനാണ് പോയത് കേട്ടോ. ഞാൻ ഫുള്ള് എക്സൈറ്റഡ് ആയിരുന്നു ഇതിനാണ് കേട്ടോ. ഒന്ന് എല്ലാവരും പോയിട്ടാണോ ഒന്ന് ഗിഫ്റ്റ് പൊട്ടിക്കാനെന്ന് പറഞ്ഞാണ് ഇരുന്നത്. അമ്മ പറഞ്ഞ നാളെ മതിയെന്ന്. പക്ഷേ എനിക്ക് എക്സൈറ്റ്മെന്റ് സഹിക്കാൻ വരെ ഞാൻ അപ്പം തന്നെ എല്ലാം പൊട്ടിച്ചു നോക്കി. നമ്മൾ കൂടുതലും ഈ ക്ലോക്കും വാൾ പെയിന്റിംഗ് ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ കിട്ടിയത്. ഒരുപാട് പാനും പാത്രങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളതാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം പൊട്ടിച്ചു നോക്കിയപ്പോഴൊന്ന് സമാധാനമായത്. പിന്നെ എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു.